ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ് എവിടെ പറഞ്ഞു നിർത്തിയത്? ഷോൾഡർ മൈനസ് കണ്ടെത്തേണ്ട വിധം. മെയിനായിട്ട് പഠിച്ചത് ഏതായിരുന്നു? ബാക്ക് നെക്കിന്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് ഷോൾഡർ ഏതൊക്കെ എങ്ങനെയൊക്കെ കുറക്കണം എന്നുള്ളത് നമ്മൾ ശരിക്കും പഠിച്ചു. ഒരു മിനിമം, അതായത് നമ്മുടെ ഷോൾഡറിന്റെ പകുതി വരെ ബാക്കിലെ നെക്കിന്റെ ഇറക്കം വരുമ്പോൾ നമ്മുടെ ഷോൾഡറിൽ വരുന്ന മാറ്റവും, നമ്മുടെ ഷോൾഡറിന്റെ പകുതി അളവിനേക്കാൾ കൂടുതൽ ബാക്കിലെ നെക്കിന് ഇറക്കം വരുമ്പോൾ നമ്മുടെ ഷോൾഡറിന് മറ്റൊരു രീതിയിൽ, ഓപ്പോസിറ്റ് രീതിയിൽ വരുന്ന മാറ്റവും പഠിച്ചില്ലേ? ഇനി നമുക്ക് ആം ഹോളിൽ എന്തൊക്കെയാണ്, അങ്ങനെ വരുമ്പോൾ ആം ഹോളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. അതായത് നമ്മുടെ ഫുള്ളായിട്ട് ബേക്കിലൊന്നും ഒട്ടും നെക്ക് എടുക്കാതെ ഇരിക്കുന്ന സമയത്ത് ആം ഹോളിൽ വരുന്ന മാറ്റവും, അതേപോലെ തന്നെ ആവറേജ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതും, കൂടുതലായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റവും. ഇതിന്റെ മുന്നേ നമ്മൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അങ്ങനെ ഇട്ട് നോക്കിയിട്ട് ആം ഹോളിൽ എന്താണ് മാറ്റം വന്നെന്നുള്ളത് ഒറ്റ തവണ കട്ടിങ്ങിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഓരോന്നിൻ്റെയും അളവനുസരിച്ച് ശരിക്കും അതിനുള്ള ഫോർമുല കറക്റ്റായിട്ട് പറയാം. ഓക്കെ, നമ്മുടെ ഷോൾഡറിന് വരുന്ന അതേ സെയിം ഫോർമുല തന്നെയാണ് ആം ഹോളിനും വരുന്നത്. എങ്ങനെ? ഷോൾഡർ സ്ലോപ്പിന് നമ്മൾ എടുക്കുന്ന ഫോർമുല എന്താണ്? ഓക്കെ, ഇനി ആം ഹോളിൽ വരുന്ന മാറ്റം എന്ന് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും പഠിക്കുന്നത് ഒരു കാര്യമാണ്, ആം ഹോളിന്റെ പകുതി കാണുക, പകുതി കാണുക, പകുതി കാണുക. പകുതി തന്നെയാണ് കാണേണ്ടത്, പക്ഷെ ഫോർമുല അനുസരിച്ച് കിട്ടിയ ആം ഹോളിന്റെ പകുതി ആയിരിക്കണം അവിടെ കാണേണ്ടത്. എങ്ങനെ? ഫോർമുല അനുസരിച്ച് കിട്ടിയ ആം ഹോളിന്റെ പകുതി ആയിരിക്കണം കാണേണ്ടത്. ഓക്കെ, അതായത് ഷോൾഡർ പോലെ തന്നെയാണ്, സെയിം തന്നെയാണ് ആം ഹോളും. ഷോൾഡറിന്റെ ഹാഫ് തന്നെയല്ലേ നമ്മൾ മാർക്ക് ചെയ്യുന്നത്, പക്ഷെ അതിലേക്ക് ഫോർമുല ഉപയോഗിച്ചിട്ട് കിട്ടിയ ഷോൾഡറിന്റെ ഹാഫ് ആണെന്ന് മാത്രം. എനിക്ക് എത്രയാണോ അതിന്റെ ഹാഫ് തന്നെയാണ് അവിടെ കൂട്ടുന്നത്. പക്ഷേ അതായത് ഷോൾഡർ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പ്ലസ് തയ്യൽ തുമ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ആം ഹോളിന്റെ അവിടെ നമ്മൾ തയ്യൽ തുമ്പല്ല ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഷോൾഡറിന്റെ സ്ലോപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ആ ഭാഗം മനസ്സിലായില്ല. അതായത് നമ്മൾ ബാക്കിലേക്ക് ഒട്ടും നെക്ക് എടുക്കാത്ത ഡ്രസ്സുകൾ വരുമ്പോൾ നമ്മൾ ആം ഹോളിന്റെ പകുതി എടുത്തിട്ട് അതിലേക്ക് ലൂസ് അളവ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആം ഹോൾ റൗണ്ട് എത്രയാണോ അതിലേക്ക് 2 ഇഞ്ച് ലൂസ് ഇട്ടിട്ട് അതിന്റെ പകുതി കാണാറുണ്ട്. അങ്ങനെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ലൂസ് അളവ്, ആം ഹോളിൽ ലൂസ് അളവ്, പർദ്ദ പോലുള്ള ഡ്രസ്സുകൾക്ക്, പർദ്ദ അതേപോലെ ഷർട്ട് അങ്ങനെയുള്ള ഡ്രസ്സുകൾക്ക് ലൂസ് അളവ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ലൂസ് അളവ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ ഹാഫ് മാർക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ ആം ഹോളിന്റെ അറ്റഭാഗം വരുന്നത് ചെസ്റ്റിന്റെ ലെങ്ത്, റെഡിമെയ്ഡ് ലെവലിൽ പറയുമ്പോൾ ചെസ്റ്റിന്റെ ലെങ്ത് ഇങ്ങനെ നോക്കിയിട്ട് അതിന്റെ ഈ ഭാഗത്താണ് ചെസ്റ്റിന്റെ വണ്ണം മാർക്ക് ചെയ്യുക. റെഡിമെയ്ഡിൽ പറയുമ്പോൾ നമ്മുടെ ബോഡിമെന്ന് അളവെടുക്കുമ്പോൾ നമ്മുടെ ആം ഹോളിന്റെ റൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കിയിട്ടാണ് അവിടെ ചെസ്റ്റിന്റെ വണ്ണം മാർക്ക് ചെയ്യുക. പക്ഷേ ഈ ആം ഹോളിന്റെ റൗണ്ട് അനുസരിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഷോൾഡറിന്റെ സ്ലോപ്പ് ഉൾപ്പെടുത്തി കൊടുക്കണം. ബേക്കിലേക്ക് നെക്ക് തീരെ ഇല്ലായ്ക വരുമ്പോൾ, തീരെ എടുക്കാതെ ഡ്രസ്സുകൾ വരുമ്പോൾ ബേക്കിലേക്ക് ഓരോ ഇഞ്ച് കൂടുന്നതിനനുസരിച്ചിട്ട് ആം ഹോളിൽ മാറ്റം വരുന്നത് നമ്മൾ ഇന്നലെ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. എത്രയാണോ നമ്മുടെ ഷോൾഡറിന്റെ സ്ലോപ്പ് വരുന്നത് അതിനനുസരിച്ചിട്ട്